സ്നേഹം നിറഞ്ഞവരെ, ഒരു അൽമായന്റെ വീക്ഷണത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 1 മുതലുള്ള വാക്യങ്ങള് ഈശോ തിബീരിയാസ് കടൽ തീരത്ത് നിൽക്കുന്ന ആ സംഭവങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളത്. തിബേരിയാസ് കടൽ തീരം, നിരാശയിൽ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട ശിഷ്യന്മാര് 3 വർഷം കൂടെ നടന്നിട്ടും തങ്ങളുടെ ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയവർ, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാമെന്ന ഈശോയുടെ വലിയ വാഗ്ദാനം സ്വീകരിച്ചവർ, ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഭവമായിട്ട് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും മീൻ പിടിക്കുന്നതല്ല, മനുഷ്യരെ പിടിക്കുന്നതാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കിയിട്ടും പഴയ രീതിയിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന ശിഷ്യന്മാരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവാനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മറ്റേത് ജനതകളെക്കാളും അധികമായിട്ട് ദർശിച്ചിട്ടുള്ളവര്. പക്ഷെ ഓരോ ദൈവാനുഭവവും അത്ഭുതങ്ങൾക്കും ശേഷവും തങ്ങളുടെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം ദൈവത്തോട് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ മന്ന നൽകുന്ന ദൈവം, എന്നാൽ ഈ മന്ന ഭക്ഷിച്ച് സംതൃപ്തിയാകുമ്പോഴേക്കും ദൈവകൽപ്പന ലംഘിച്ച് സ്വാർത്ഥതയില് തങ്ങളെ തിന്മ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ജനം ദാഹിക്കുമ്പോ ദൈവത്തോട് ദാഹജലം ചോദിക്കുന്നുണ്ട്. അപ്പോ ദൈവം തന്റെ ദാസനായ മോശയോട് പറയും, മോശെ, നീ നിന്റെ വടിയെടുത്തിട്ട് ആ പാറമേലടിക്കുക, ഞാൻ നിനക്ക് ദാഹജലം തരും. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കണ്ട മോശയും ഒരു നിമിഷം അല്പമൊന്ന് അവിശ്വസിച്ചിട്ടാണ് പാറയിലടിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ പറ്റി മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. വളരെ സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്ക അവസ്ഥയിലായിരിക്കുന്ന കുടുംബം, ഒരു അപ്പനും അമ്മയും ഒരു മകനുമാണ് ആ വീട്ടിലുള്ളത്. എന്നാൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഈ കുടുംബത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. അത്ഭുതങ്ങളാണ് ആ കുടുംബത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കുടുംബം മുന്നോട്ട് പോയി. ഈ മകൻ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല നിലയിൽ ജോലി ചെയ്ത് നല്ല അത്യാവശ്യം സാമ്പത്തികമായിട്ട് ദൈവം ഇവരെ ഉയർത്തി. ഈ മകന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ കുടുംബത്തില് കുടുംബ പ്രാർത്ഥന പയ്യ കൈമോശം വരാനായിട്ട് തുടങ്ങി. ആത്മീയ കാര്യങ്ങളില് അലസത വരാനായിട്ട് തുടങ്ങി. ഈ മകൻ ഒരു മോശമായ ബന്ധത്തിൽപ്പെട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ജീവിതത്തിലെല്ലാം തകർന്ന് ദൈവവും ദൈവാനുഭവങ്ങളും നഷ്ടപ്പെട്ട് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവം ഇടപെട്ട ദൈവാനുഭവങ്ങളുടെ ഒത്തിരി കഥകളുണ്ട്. എന്നിട്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, അലസതകളില്, ഒറ്റപ്പെടലുകളില്, പരിഹാസങ്ങളില് നമ്മുടെ ആത്മീയത തണുത്തു പോകുന്നുണ്ട്. ദൈവാനുഭവങ്ങളും ദൈവസ്നേഹവും മറന്നു പോകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാരെ പോലെ ഈശോയെ കണ്ടിട്ടും മനസ്സിലാക്കാൻ പറ്റണില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും, ശിഷ്യന്മാർ ആത്മീയമായി മന്ദീഭവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വചനം പറയും, 13 വാക്യത്തിൽ പറയുന്നു, യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. ഈ അപ്പമെടുത്ത് അവർക്ക് നൽകിയത് ചില ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. സ്നേഹം മുറിയപ്പെട്ടതിന്റെ, സ്നേഹം ചിന്തിയതിനെ, തന്നെ നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മപ്പെടുത്തലുകളിൽ ഈ ശിഷ്യന്മാര് തങ്ങളുടെ സുബോധം വീണ്ടെടുക്കുന്നുണ്ട്. നമ്മുടെയും ജീവിതം ആത്മീയമായ നിരാശയില് നിബന്ധിക്കുമ്പോ, ആത്മീയതയില് തകർച്ച അനുഭവപ്പെടുമ്പോ, ക്രിസ്തു ഈ ബലിപീഠത്തിൽ ഓരോ ദിവസവും പുതിയതായി മുറിയപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന്റെ രക്തം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലെ ബലിപീഠത്തിൽ ചിന്തപ്പെടുന്നുണ്ട് എന്ന വലിയ ഓർമ്മ നമുക്ക് വേണം. നമ്മുടെ ദേവാലയങ്ങളിൽ ചിന്തപ്പെടുന്ന, മുറിയപ്പെടുന്ന ജീവന്റെ അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിരാശകൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ്. എല്ലാ ദിവസവും ആത്മാർത്ഥതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ജീവിതത്തിൽ തകർന്നു പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലെ ബലിപീഠത്തില് അപ്പമായിട്ട് മുറിയപ്പെടുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്, ക്രിസ്തുവാണ്. ദുർഗന്ധം വമിക്കുന്ന, കണ്ടാൽ അറയ്ക്കുന്ന വ്രണങ്ങൾ വൃത്തിയാക്കുന്ന മദർ തെരേസയോട് ഒരാൾ ചോദിച്ചു,
എങ്ങനെയാണ് മദറെ ഈ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മദർ അല്പം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അനുദിനമുള്ള പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എല്ലാ നന്മകളും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അനുദിനമുള്ള പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എല്ലാ നന്മകളും ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഒറ്റ ദിവസവും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ശ്രമിക്കാം. കാരണം ഈ ബലിപീഠത്തിൽ നാം ഓരോരുത്തരും തെറ്റിൽ വീഴാതിരിക്കാൻ ജീവൻ മുറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു നിമിഷം കൈകൂപ്പാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ നീ മുറിയപ്പെടുന്നുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ, തിരിച്ചറിവിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ജീവിതത്തിലെ നിരാശകളെ, സഹനങ്ങളെ നേരിടാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്വന്തമായിട്ട് സ്വീകരിക്കണമേ. ആമേൻ.